ബില്ലെന്തിയേ? ഓടുന്ന ഇടയ്ക്ക് ഞാൻ ബില്ല് കൊണ്ട് ഓടാൻ പറ്റുമോ? ജമ്പ് മേടിച്ചെന്റെ ബില്ലെന്തിയെന്ന് നീ അതിന്റെ ഇടയ്ക്ക് അത് ചോദിക്കാൻ നിൽക്കുക. എടാ എന്റെ കയ്യിൽ നിന്നല്ലേ പൈസ പോന്നേ. പിന്നെ എനിക്കന്ന് നടു വന്നേ അനക്കാൻ വയ്യ. അന്നാ നടുവേദനക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ട്? എടാ അത് പച്ചലയുടെ നീര് പിഴിഞ്ഞങ്ങ് തേച്ചാ മതി, മാറും. തുളസി മരുന്നാന്ന് പറഞ്ഞാ? എടാ തുളസി മരുന്നാന്ന് അറിയത്തില്ല, അവന്റെ അനിയൻ കഞ്ചാവാ. നല്ല കാര്യം ഉണ്ടായിരുന്നോടാ. കട്ടൻ ചായക്ക് പറഞ്ഞായിരുന്നോ? കട്ടൻ ചായ നിനക്ക് വേണോ? പിന്നെ അണ്ണാ ഒരു 2 കട്ടൻ ചായ. നല്ല സൂപ്പർ കട്ടൻ ചായ നിങ്ങൾക്ക് എടുത്തു തരാം. ക്ഷീണിച്ച് വന്നതല്ലേ? ആ ചായ കൂടി, കട്ടൻ ചായ അങ്ങോട്ട് കൂടി, എന്നിട്ട് എന്റെ അഭിപ്രായം അങ്ങോട്ട് പറ കേട്ടോ. പറയാം. നല്ല ടേസ്റ്റ് അണ്ണാ. ഞാൻ കുടിച്ചു നോക്കിട്ടേ പറയത്തുള്ളൂ. കിടക്കാച്ച് സാധനം. എന്താ അടങ്ങിയിരിക്കുന്നേ? ഞാൻ ഓടിയ ക്ഷീണം കൊണ്ട് അങ്ങ് അടങ്ങി അങ്ങ് ഇരിക്കുക. എടാ അതല്ലെന്ന്, ഈ ചായക്കകത്ത് എന്തോ അടങ്ങിയിരിക്കുന്നത്? അത് അണ്ണം പറയണ. ലെമൺ പിഴിഞ്ഞൊഴിച്ചിരിക്കുവല്ലോ. യവൻ പിഴിഞ്ഞൊഴിച്ചാൽ സൂപ്പർ ചായ അല്ലേ അണ്ണാ? സൂപ്പർ ചായ. എടാ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിരിക്കുവന്ന് ഇതിനകത്ത്. നാരങ്ങ? പിന്നെ അങ്ങനെ പറയണ്ടേ? ഗ്ലാസ്. ഇന്നലെ നിങ്ങളെ കണ്ടില്ലല്ലോ, ഇന്നലെ പരിപാടി ഇരുന്നായിരുന്നു. പിന്നെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ പരിപാടി ആരെ ഇറങ്ങുന്നിടത്തില്ലായിരുന്നു? കാളയില്. കാളയല്ലടാ, ലാഹലായിരുന്നു. ഞങ്ങൾ അവിടെ പരിപാടിക്ക് പോയി. പരിപാടിക്ക് അവിടെ ഞങ്ങൾ ചെന്ന് കയറി പരിപാടിയൊക്കെ അങ്ങ് നടത്തി. 100 പ്രോഗ്രാം കേറി നിൽക്കുക. എങ്ങനെ 100 ഞങ്ങൾ ഓടി നിൽക്കുക. ഇനി ഞാൻ ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പരിപാടി ചീറ്റി. ഞങ്ങൾ 5-6 പേര് കൂടി ആ റോഡിൽ ചെന്ന് അങ്ങ് ഇറങ്ങി. ഇറങ്ങിയത് എവിടാ? 5 ഒറ്റയാന. 5 ഉണ്ടായിരുന്നു. സത്യം ഉണ്ടായിരുന്നു. ഈ ഒറ്റയാനയുടെ മുമ്പിൽ ചെന്ന് ചാടിയതോ. ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ആന കൊല്ലത്തില്ലേ? ആന കൊല്ലത്തില്ലേ, കരുനാഗപ്പള്ളിയിലില്ലേ, പക്ഷെ എനിക്കറിയത്തില്ല. കാട്ടാനയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞേ. പത്രം ഇന്നത്തെ ആണോണ്ണ? അയ്യോ മാമ്പഴത്തിന് എന്തോ വിലയാണോ ഇത്? എടാ പിന്നെ മാമ്പഴം പഴങ്ങളിലെ രാജാവല്ലയോ? ആണോ? അതിന് വില കൂടത്തില്ലേ? എനിക്ക് അതിനകത്ത് യോജിപ്പൊന്നുമില്ല കേട്ടോ. അതെന്താ? രാജാവ് ആക്കണേ പൈനാപ്പിളെ ആക്കണം. അതിനകത്തില്ലേ കിരീടം ഉള്ളത്? എടാ അശോകന്റെ മോനെ അണ്ണ അത് പഴവാണ. പിന്നെ നീ എന്തുവാണെന്നാ വിചാരിച്ചത്? ചെന്ന് മേടിച്ചല്ലോടാ, ചെന്ന് മേടിച്ചല്ലോ. ഈ ഫോണൂടെ ഉള്ളായിരുന്നു എന്നെ അടിക്കാൻ. ഹലോ, മടത്തറയോ? മടത്തറ അമ്പലത്തിൽ നിന്ന് നമുക്ക് നാളത്തേക്കുള്ള ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ. നമുക്ക് മടത്തറ ഭാഗത്തൊന്നും അടി കിട്ടിയിട്ടില്ല അല്ലയോ? ഇതുപോലെ അടി കിട്ടിയാ തികയാത്തൊരു ചെറുക്കൻ. എടാ നിന്റെ ദേഹത്തല്ലോ ഇതൊന്നും വന്നു. നീ ലിസ്റ്റ് പറയടാ. അണ്ണാ തീ ഒരു കവറ്, ഡിസ്ക് ആ കസാര 2 വീതം, 2 ബോക്സ് സോഡ. ഗ്യാസ് വേണമെന്നോ? ഗ്യാസ് വേണ്ട. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലണ്ണാ. ഈ അമ്പലത്തിന് 4 വർഷത്തുള്ള റൂട്ട് മാപ്പ് വേണം കേട്ടോ. ഈ ഒന്നും പറയണ്ട. ഇവൻ നിമിത്തം ഇന്നലെ പാലേ പൊളിഞ്ഞ്. അതിനകത്ത് രാവണൻ കയറി വരുന്ന ഒരു ഭാഗമുണ്ട്. 10 തല വേണ്ടേ? ഇവൻ കൊണ്ടുവന്നതാ 8 എണ്ണം. 2 എണ്ണം എന്ത് ചെയ്യാൻ ചോദിച്ചാൽ പറയാ തലവേദനയായിട്ട് റെസ്റ്റാന്ന്. അത് പറഞ്ഞു തീർന്നതോ കമ്മിറ്റിക്കാർ വന്ന ആദ്യത്തെ അടി എന്റെ തലയ്ക്ക്. ഇവന് രക്ഷപ്പെടാ. ഈ 8 എണ്ണത്തിൽ നീ ഇവന്റേത് നോക്കിയെടുക്കുമ്പോഴത്തേന് ഇവൻ വീട്ടിൽ ചെല്ലും. പിന്നെ ഞാൻ നിന്ന് കൊള്ളുക.